ഹായ് ഓൾ, എല്ലാവർക്കും ലിറ്റിൽ തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ രാഗിൻ മരിയ വിപിൻ. ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനും ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും ശ്രീമന്ത് ശങ്കർ കലാക്ഷേത്ര എന്ന് പറയുന്ന കലാക്ഷേത്രയിലേക്ക് നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആസാമിൻ്റെ പൈതൃക മന്ദിരം എന്ന് നമുക്ക് വിശേഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കലാക്ഷേത്ര എന്ന് പറയുന്നത്. അവിടുത്തെ ആദ്യത്തെ നിലയിൽ ടെറാക്കോട്ട ആർട്ടായിരുന്നു. പണ്ടത്തെ ആളുകൾ ചെയ്തു വച്ചിരിക്കുന്ന ടെറാക്കോട്ട ആർട്ടുകളായിരുന്നു അവിടെ നിറയെ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ നിലയിൽ ഒരു വിഭാഗം പൂർണ്ണമായിട്ടും ടെറാക്കോട്ട ആർട്ടാണ്. ഈ ടെറാക്കോട്ട ആർട്ട് എന്ന് പറഞ്ഞാൽ ആസാമിലെ ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം കൂടിയായിരുന്നു. വളരെ മികച്ച രീതിയിൽ ടെറാക്കോട്ട ആർട്ടുകൾ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഈ ആസാമിലുള്ള ആൾക്കാർ. ഇവരുടെ അഷിർഖണ്ഡി എന്ന് പറയുന്ന ഒരു വില്ലേജ് ടെറാക്കോട്ട വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ ആസാം എന്ന് പറയുന്നത്. കരകൗശല വസ്തുക്കളും അല്ലെങ്കിൽ മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ ഈ ആസാം ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു കഴിവാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ പ്രചാരം കിട്ടിയ ഉൽപ്പന്നങ്ങളാണ് ഇവിടെയുള്ളതും. സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണ്. ആസാമിൻ്റെ സംഗീത പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നാടോടി ആധുനികം രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഗീത പാരമ്പര്യമാണ്. അവിടെയുള്ള ബാഹി, ബിൻ, ബോർത്താൽ, അങ്ങനെ ഡോല്, അങ്ങനെ പലതരം സംഗീതോപകരണങ്ങളാണ് കേട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സംഗീതോപകരണങ്ങളായിട്ട് നമുക്ക് ചിലതൊക്കെ ഓടക്കുഴൽ അങ്ങനെയൊക്കെ നമുക്ക് സാമ്യം തോന്നാം. പക്ഷേ ഇവിടെ പറയുന്ന പേരുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പറയുന്നതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. ഇത് ഡോലെന്ന് പറയുന്ന സംഗീതോപകരണമാണ്. കൂടുതലായിട്ടും ഇത് ബിഹു, ഇത് ആസാമിൻ്റെ ദേശീയ നൃത്തമായ ബിഹു, അത് ചെയ്യുമ്പോഴാണ് ഈ ഒരു വാദ്യോപകരണം ഉപയോഗിക്കുക. നമ്മുടെ മൃദംഗം പോലെ അല്ലെങ്കിൽ ചെണ്ട പോലെ അല്ലെങ്കിൽ തബല പോലെ അതിൻ്റെയൊക്കെ ഒരു വിഭാഗത്തിൽ പെടുന്ന ഈറ്റയും മുളയും തുകലും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയ അകം പൊള്ളയായ ഒരു ഉപകരണമാണ് ഇത്. ഇത് പണ്ട് കാലത്ത് അവിടെ എഴുതി വെച്ചിരുന്നതാണ്. ഇത് പണ്ട് കാലത്ത് സന്ദേശങ്ങൾ അറിയിക്കാൻ പോലും ഈ ഒരു വാദ്യോപകരണം ഇവിടുത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ്. വളരെ വ്യത്യസ്തമായിട്ട് തോന്നി നമുക്ക് ഈ സംഗീതോപകരണങ്ങളൊക്കെ കണ്ടപ്പോൾ. ഇതൊക്കെ കാണാൻ പറ്റിയത് വളരെയധികം ഭാഗ്യമായിട്ടും തോന്നി. ഇവിടെ ആസാമിലുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട, വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ കലാക്ഷേത്രം എന്ന് ഞാൻ പറയും. ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു 4 നിലയിലായിട്ടാണ്. ഇപ്പം നെക്സ്റ്റ് അടുത്ത നിലയിലേക്ക് നമ്മൾ പോകുമ്പം അവിടെ ഇവരുടെ തനതായ ബിഹു നൃത്തരൂപം അതാണ് കൂടുതലായിട്ടും അവിടെ ഉൾക്കൊള്ളിച്ചിരുന്നത്. സംഗീതത്തിനും നൃത്തത്തിനും ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് കേട്ടോ ആസാം. അവരുടെ ബാവുൾ മ്യൂസിക്കൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണല്ലോ. അപ്പം ബിഹു എന്ന് പറയുന്നത് ചടുലമായിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള കൈയും കാലും ഉള്ള മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു നൃത്തമാണ്. സാരിയൊക്കെ ഇവരുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ബംഗോൾപുടി സാരിയൊക്കെ ഉടുത്താണ് ഇവർ നൃത്തം ചെയ്യുക. പരമ്പരാഗതമായി നെയ്ത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ആസാം. അവിടെ നെയ്യുന്ന യന്ത്രമാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ധോത്തി, സെറിയ, സലങ്ക് എന്ന് പറയുന്ന മേൽവസ്ത്രങ്ങളൊക്കെയാണ് കേട്ടോ. പോളോ, ജൊലോക്കി, ഖലോയി, ചെപ്പ അങ്ങനെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളാണ് കേട്ടോ ഇത്. ആസാമിലെ മത്സ്യബന്ധന ഉപകരണങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ആസാമിലെ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരകൗശല നിർമ്മാണത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വളരെ മനോഹരമായിരുന്നു അവിടെ എല്ലാം ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിരുന്നത്.
ആസാമിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അതുപോലെ കലാക്ഷേത്രയിലെയും ഒരു വീഡിയോയിൽ തീരുന്നതല്ല അവിടുത്തെ കാഴ്ചകൾ. അതുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒന്ന് കമൻറ്റായി അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.